പെട്രോൾ ഡീസൽ വില ഉടൻ കുറച്ചേക്കുമെന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വില കുറയ്ക്കുമെന്നാണ് സൂചന. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 2.5 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിൽക്കുന്നതാണ് പ്രതീക്ഷ നൽകുന്ന ഘടകം. എണ്ണവില കുറയ്ക്കുന്നതിൽ എണ്ണ കമ്പനികൾ ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് ഓയിൽ സെക്രട്ടറി പങ്കജ് ജെയിൻ്റെ വാക്കുകളും പ്രതീക്ഷ നൽകുന്നതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ നിരക്കിൽ തുടരുന്നതിനാൽ വില കുറച്ചതുകൊണ്ട് ലാഭത്തിൽ ലേശം കുറവ് വരും എന്നതിനപ്പുറം നഷ്ടമൊന്നും എണ്ണ കമ്പനികൾക്ക് വരാനുമില്ല. ലാഭമാണെങ്കിൽ ഉണ്ട് താനും. മഹാരാഷ്ട്ര പോലെ ഒരു സംസ്ഥാനത്തെ ഭരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കേന്ദ്ര സർക്കാരല്ല എണ്ണ കമ്പനികളാണ് വില കൂട്ടുന്നതും കുറയ്ക്കുന്നതും എന്നൊക്കെ പറയാം. സാങ്കേതികമായി അതാണ് ശരിയും. എന്നാൽ ഇന്ത്യയിൽ ഇന്ധനവില കൂട്ടലിനും കുറയ്ക്കലിനും തെരഞ്ഞെടുപ്പുകളുമായി ബന്ധമുണ്ടെന്ന പച്ചയായ യാഥാർത്ഥ്യത്തിന് എത്രയെങ്കിലും ഉദാഹരണങ്ങൾ ഉണ്ട് താനും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 10 രൂപ കുറയ്ക്കുമെന്നൊക്കെ അഭ്യൂഹം വന്നിട്ടും പെട്രോളിനും ഡീസലിനും ആകെ കുറച്ചത് 2 രൂപ വീതം മാത്രമാണ്. അന്നും ഇതുപോലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറവുണ്ടായിരുന്നു. എന്നിട്ടും 2 രൂപയാണ് ആകെ കുറച്ചത്. അതുപോലെ ഇപ്പോഴും നാമമാത്രമായേ വില കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഇക്കുറി നല്ല കുറവുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നവരും കണക്ക് കൂട്ടുന്നവരും ഉണ്ട്. ആപ്കി ബാർ 400 പാർ എന്നൊക്കെ അവകാശപ്പെട്ട് അനായാസമായ ജയം ഉറപ്പിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇത്തവണ BJP നേരിട്ടത്. ഒടുവിൽ കേവല ഭൂരിപക്ഷത്തിന് ഘടകകക്ഷികളെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടാകുകയും ചെയ്തു. ഇക്കുറി നല്ല കുറവ് വരുത്താൻ സാധ്യത കാണുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതേയാണ്. 2 രൂപ കുറച്ചതുകൊണ്ട് വില കുറച്ചതിൻ്റെ കാര്യമായ ഫീലൊന്നും ജനത്തിന് കിട്ടിയില്ലെന്നും അതൊന്നും വോട്ടായില്ലെന്നും BJP ഇപ്പോൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം, അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $70 എന്ന നിരക്കിൽ നിൽക്കുന്നതും കഴിഞ്ഞ സാമ്പത്തിക വർഷം 3 പൊതുമേഖലാ എണ്ണ കമ്പനികളുടെയും ലാഭം ഇരട്ടിയിലധികം നേടി എന്നതുമാണ്. മഹാരാഷ്ട്രയെ പോലെ മഹാരാഷ്ട്രയിലെ 2 പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ NCPയും ശിവസേനയും ഈ 2 പാർട്ടികളെയും നെടുക പിളർത്തിയിട്ട് പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാനായില്ല എന്ന് മാത്രമല്ല, ഭൂരിഭാഗം സീറ്റും ജയിച്ചത് ഇന്ത്യ മുന്നണിയാണ് താനും. ഇത് മറികടന്ന് സംസ്ഥാന ഭരണം ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ ചെറിയ ഓഫറുകൾ കൊണ്ട് കഴിയില്ല എന്ന് BJPക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പെട്രോൾ ഡീസൽ വിലയിൽ നല്ല കുറവ് വരുത്തി വോട്ട് നേടി ജയിക്കാനാവും നോക്കുക എന്നതാണ് രാഷ്ട്രീയമായ കണക്കുകൂട്ടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് ഈ സെപ്റ്റംബർ 10-ന് $69 വില താഴ്ന്നിരുന്നു. 2021 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. പിന്നീട് $74.58 വരെ കൂടിയെങ്കിലും $70 ചുറ്റിപ്പറ്റിയാണ് അന്താരാഷ്ട്ര വിപണിയുടെ നിൽപ്പ്. 2022 മാർച്ചിൽ $140 വരെ ഉയർന്നിരുന്നു എന്നതും കൂടി ഓർക്കണം. മഹാമാരിക്കാലത്തെ നഷ്ടക്കണക്കൊക്കെ എണ്ണ കമ്പനികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നികത്തിയിരുന്നു, വൻ ലാഭം നേടുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ഉടൻ എണ്ണവില കൂടില്ലെന്ന സൂചനയാണ് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ലഭിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായ ചൈനയുടെ സാമ്പത്തിക വളർച്ചയിലുണ്ടായ കുറവും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള വലിയ തോതിലുള്ള മാറ്റവും എണ്ണ ഇറക്കുമതിയിൽ കുറവുണ്ടാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ ആവശ്യത്തിനനുസരിച്ചാണ് OPEC രാജ്യങ്ങളിപ്പോൾ എണ്ണ ഉൽപ്പാദനവും വിലയുമൊക്കെ നിശ്ചയിക്കുന്നത്. ചൈനയുടെ പ്രതിദിന ഇറക്കുമതിയിൽ തന്നെ കുറവുണ്ടായിട്ടുണ്ട്. വർഷം ചൈനയുടെ പ്രതിദിന ഇറക്കുമതി 7 ലക്ഷമായി കണക്കാക്കിയിരുന്നു. ഈ വർഷം അതിപ്പോൾ 65.3 ലക്ഷം ബാരലായി കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എണ്ണ വിലയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട പല കാരണങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടില്ല എന്ന സാധ്യതയാണ് ഉറപ്പിക്കുന്നത്. അവിടെ എന്തായാലും കുറഞ്ഞു. ആ കുറവിൻ്റെ ഒരു വിഹിതം തെരഞ്ഞെടുപ്പ് ജയം പ്രതീക്ഷിച്ചെങ്കിലും നമുക്ക് തരുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.